അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പുരം മുടവൻമുകൾ ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇവിടെ ഇക്കഴിഞ്ഞ വർഷം ഈ LP സ്കൂളിൽ ഒരു ടർഫ് നിർമ്മിക്കുകയുണ്ടായി. ഏകദേശം 20-25 ലക്ഷം രൂപ മുടക്കി പണിയാവുന്ന ഒരു ടർഫാണ് ഇത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്നാൽ ഈ ടർഫിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഏകദേശം 1.5 കോടിക്കടുത്ത് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇവിടെ ഈ LP സ്കൂളിൽ ഒരു ടർഫ് നഗരസഭ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. 1.5 കോടിയാ? അതേടാ. LP സ്കൂളാണ്, അതുകൊണ്ട് തന്നെ ടർഫ് വേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടർഫ് വേണ്ട എന്നുള്ള ഒരു ആവശ്യം നഗരസഭയെ അറിയിക്കുകയായിരുന്നു. എന്നാൽ നഗരസഭ ഈ വാക്ക് ഒന്നും തന്നെ കേൾക്കാതെ നീ ഒന്നും പണയണ്ട. ഇവിടെ സ്കൂൾ അധികൃതരെ ആരെയും അറിയിക്കാതെ ഇവിടെ ടർഫ് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന കാലത്താണ് ഈ ഒരു ടർഫ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടർഫ് നിർമ്മാണത്തിൽ വലിയൊരു അഴിമതി നടന്നിരിക്കുന്നു. ഉറക്കം വരുന്നു. അത് കൂടാതെ ഈ LP സ്കൂളിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ടർഫ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം ചെറിയ കുട്ടികളാണ്, അവരിതിൽ എന്താണ് കളിക്കുക എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചോദ്യവും. എന്തായാലും വലിയ, അതായത് ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ യോഗ്യമായ വലിയൊരു ടർഫാണ് LP സ്കൂളിൽ 1.5 കോടിക്കടുത്ത് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.